യമൻ തീരത്തിന് സമീപം ബോട്ട് മുങ്ങി 70ഓളം പേർ മരിച്ചു. തെക്കൻ യമനിലെ എബ്യാന തീരത്താണ് അപകടം. 180ഓളം കുടിയേറ്റക്കാർ യാത്ര ചെയ്തിരുന്ന ബോട്ടാണ് മുങ്ങിയത്. രക്ഷിക്കാനായി 10 പേരെ മാത്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസനി വാർത്തയിലെ വിശദാംശങ്ങൾ. സംഖ്യ കൂടി എന്നാണ് നിഖിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 80ഓളം പേർ മരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പല റിപ്പോർട്ടുകളും വരുന്നത് 70-ലേറെ പേർ മരിച്ചു എന്ന് മാത്രമാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 180ഓളം പേർ എത്യോപ്യയിൽ നിന്ന് ഈ ബോട്ടിലുണ്ടായിരുന്നു. ഈ ബോട്ട് ഏഡൻ കടലിടുക്കിൽ മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തലകീഴായി മറിഞ്ഞ ബോട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രക്ഷുബ്ധമായ കടലിന്റെ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70-ലേറെ പേർ മരിച്ചുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണവും അതിനേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്യോപ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരവധിയായ അനധികൃത കുടിയേറ്റക്കാർ പോകാറുണ്ട്. അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു ബോട്ടാണ് മറിഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ വൻതോതിൽ ഉയർന്നേക്കും. 80-ലേറെ മരണസംഖ്യ ഉണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. കാണാതായവരുടെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതോടെ മരണസംഖ്യ എത്രയുണ്ടെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. 14 പേർ സുരക്ഷിതരായി ഉണ്ട് എന്ന ആശുപത്രികളിലുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിഖിൽ. ശരി ഐശ്വൻ.